ചരിത്രമുറങ്ങുന്ന വിശുദ്ധ നാടിലേക്ക് ഒരു യാത്ര. കർത്താവായ യേശുവിന്റെ പാദസ്പർശമേറ്റ വിശുദ്ധ നാട്ടിലേക്ക് ഏപ്രിൽ 16 മുതൽ 10 ദിവസത്തേക്ക് ഒരു ആത്മീയ വിനോദയാത്ര. പഴയ പുതിയ നിയമത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളായ ബെത്ലഹേം, നാസറത്ത്, കാൽവറി, ജെറുസലേം, ബഥാന്യ, കപർനഹൂം, സീനായ്മല, താബോർമല, യേശുവിന്റെ തുറന്ന കല്ലറ തുടങ്ങി കേട്ടതും വായിച്ചതും പഠിച്ചതുമായ സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നക്ഷത്ര ഹോട്ടലുകളിലെ താമസം, വിഭവ സമൃദ്ധമായ ആഹാരം, അതിലുപരി ബ്രദർ സുരേഷ് ബാബു നയിക്കുന്ന ധ്യാനയോഗങ്ങൾ, യോർദാനിലെ സ്നാന ശുശ്രൂഷയും സ്വർഗം ഭൂമിയിൽ അനുഭവിക്കുന്ന സന്തോഷവും പങ്കിടാൻ നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു. ഇസ്രായേൽ, ജോർദാൻ, ഈജിപ്ത്, പാലസ്തീൻ തുടങ്ങിയ രാജ്യങ്ങൾ 10 ദിവസം കൊണ്ട് സന്ദർശിക്കുന്ന ഈ ആത്മീയ യാത്രയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ വിലാസം ടോർച്ച് ഓഫ് ട്രൂത്ത്, പോസ്റ്റ് ബോക്സ് നമ്പർ 6543, ട്രിവാൻഡ്രം 25. ഫോൺ 0471-272-5273, 9447830604. പരിശുദ്ധൻ മഹോന്നതദേവൻ പരമെങ്കും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകനാഥനാം ശിവാ. പരിശുദ്ധൻ മഹോന്നതദേവൻ പരമെങ്കും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകനാഥനാം ശിവാ. മന്ത്രിയാം ദൈവം, യഥാതനാം വീരനാം ദൈവം, ഉന്നതദേവൻ നീതിയിൻ സൂര്യൻ, രാജാധിരാജനാം ശിവാ. അവനൈകുലമന്ത്രിയാം ദൈവം, യഥാതനാം വീരനാം ദൈവം, ഉന്നതദേവൻ നീതിയിൻ സൂര്യൻ, രാജാധിരാജനാം ശിവാ. ജീവനുള്ള ദൈവത്തിന്റെ ജീവിപ്പിക്കുന്ന വചന സന്ദേശം. പ്രശസ്ത സുവിശേഷകൻ ബ്രദർ സുരേഷ് ബാബു നിങ്ങളോട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുന്നു. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടെ ടോർച്ച് ഓഫ് ട്രൂത്ത് കുടുംബം നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അതേ സഹോദരങ്ങളെ, ദൈവം ഒരിക്കലും സൂപ്പർ സ്റ്റാറുകളെ പ്രയോജനപ്പെടുത്തിയതേയില്ല. സർവശക്തനായ സർവജ്ഞാനിയായ ദൈവം സാധാ മനുഷ്യരെ തിരഞ്ഞെടുത്ത് അസാധാരണമായ രീതിയിൽ ദൈവത്തിന്റെ കൃപയിൽ പ്രയോജനപ്പെടുത്തുകയുണ്ടായി. ഈ ദിവസത്തിൽ നിങ്ങളെ നോക്കി 1000 കുറ്റം പറയുവാൻ മനുഷ്യനുണ്ട് എങ്കിലും ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. മനുഷ്യൻ കുറ്റം കണ്ടുപിടിച്ച് മാറ്റി നിർത്തുമ്പോൾ ദൈവം നിന്റെ അവസ്ഥ അറിഞ്ഞ് നിന്റെ അടുക്കിലേക്ക് വന്ന് നിന്നെ തേടി
തൻ്റെ നാമമഹത്വത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത് പ്രയോജനപ്പെടുത്തുന്നു. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നമുക്ക് സമസ്വഭാവമുള്ള ഒരു മനുഷ്യൻ ആയിരുന്നു ഏലിയാവ്. യാക്കോബിന്റെ ലേഖനം 5:17 യാക്കോബ് അപ്പോസ്തലൻ ഏലിയാവിനെ കുറിച്ച് പറയുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ അത്രേ. അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ അത്ഭുതം നടന്നു. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ 3.5 വർഷം ശമരിയ എന്ന രാജ്യത്തിൽ മഴ പെയ്തതേയില്ല. വീണ്ടും 3.5 വർഷത്തിന് ശേഷം അവൻ പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്തു. അതിനിടയ്ക്ക് അവൻ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ മഴ തന്നെ പെയ്ത് ഇറങ്ങുകയുണ്ടായി. അതേ ഏലിയാവ് മറ്റൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ മതി യഹോവേ, എന്റെ ജീവനെ എടുത്തുകൊള്ളണമേ. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഏലിയാവ് ഒരു ചരമ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്. ഒരു നിരാശയുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. നാം ചിന്തിച്ചു വരുന്ന വിഷയം ഇതത്രേ. നിരാശയുടെ കാരണം എന്താണ്? Why Elijah the man of God become depressed? എന്തുകൊണ്ട് ഏലിയാവ് നിരാശൻ ആയി തീർന്നു? അവൻ ഭയപ്പെട്ടതുകൊണ്ട്, അവൻ ദൈവം ആക്കി വച്ചിരുന്നതായ ശമരിയയിൽ നിന്ന് അവൻ പുറത്തു വന്നതുകൊണ്ട്. വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയട്ടെ, ഭയം നിങ്ങൾക്കുണ്ട് എങ്കിൽ, ദൈവം ആക്കി വച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾ പുറത്തു വരുന്നു എങ്കിൽ, ദൈവത്തിന്റെ കവറിങ്ങിൽ നിന്ന് പുറത്തു വരുന്നുവെങ്കിൽ നിങ്ങൾ നിരാശനാകുക തന്നെ ചെയ്യും. 3-ാമതായി വേദപുസ്തകം പറയുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 3-4 വാക്യങ്ങൾ ഒരിക്കൽ കൂടെ നിങ്ങൾക്കായി വായിക്കുന്നു. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് ജീവരക്ഷയ്ക്കായി പുറപ്പെട്ടു യഹൂദയ്ക്ക് ഉൾപ്പെട്ട ബേർശേബയിൽ ചെന്ന് അവിടെ തന്റെ ബാല്യക്കാരനെ താമസിപ്പിച്ചു. താൻ ഒരു ദിവസത്തെ വഴി ചെന്നു. ബാല്യക്കാരനെ ഒരു സ്ഥലത്ത് താമസിപ്പിച്ചു. ബാല്യക്കാരനെ താമസിപ്പിച്ചിട്ട് അവൻ ഒരു ദിവസത്തെ വഴി ചെന്നു. അർത്ഥം ഇതാണ്. അവൻ കൂട്ടുകാരനെ വിട്ടുപിരിഞ്ഞു, കൂട്ടായ്മ വിട്ടുപിരിഞ്ഞു. നിരാശയുടെ 3-ാമത്തെ കാരണം ഇതാണ്, കൂട്ടായ്മ വിട്ടുപിരിയുന്നു. സൈക്കോളജിസ്റ്റ് പറയുന്നു, നിന്റെ മനസ്സിന്റെ ഭാരം ഒരു മനുഷ്യനോട് പറയുമ്പോൾ 33% റിലീഫ് കിട്ടുന്നു എന്ന്. വിശ്വസ്തരായ ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടാൽ നിശ്ചയമായി നിന്റെ ഹൃദയം തുറന്നൊന്ന് സംസാരിച്ചാൽ ഇന്ന് ചുമന്നു കൊണ്ടുപോകുന്ന ഭാരം അതൊരു 10 കിലോഗ്രാമെങ്കിൽ നിശ്ചയമായി മനുഷ്യരോട്, വിശ്വസ്തരായവരോട്, അപരിചിതരോടല്ല, ട്രസ്റ്റ് വർത്തിയായ ജനത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അതിന്റെ 33% കുറയുമെന്ന് സൈക്കോളജിസ്റ്റ് പറയുന്നു. അപ്പോൾ കൂട്ടായ്മ ഈ ലോകത്തിൽ ആവശ്യമത്രേ. കൂട്ടായ്മ ഇല്ലാതെ ആർക്കും വളരുവാൻ കഴിയുകയില്ല. ദൈവകൃപയാൽ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നമ്മളെല്ലാവരും പിച്ചി പോലെ യാത്രേ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കുരുമുളക് വള്ളി പോലെ യാത്രേ. കുരുമുളക് വള്ളി വളരണമെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു തടി ആവശ്യമാണ്. ഒരു സ്ട്രോങ് സ്റ്റമ്പ് ആവശ്യമാണ്. അതിൽ പിടിച്ചാണ് അത് വളരുന്നത് എന്നതുപോലെ ഒരു കൂട്ടായ്മയില്ലാതെ ആർക്കും ദൈവത്തിന്റെ കൃപയിൽ നിൽക്കുവാൻ കഴിയത്തില്ല. ആഹാബിന്റെ രഥത്തിന് മുൻപായി ഓടിയവൻ, ആഹാബിനെ പ്രവചിച്ച് വിറപ്പിച്ചവൻ, രാജ്യത്തെയും ആകമാനം ഇളക്കിയവൻ, സ്വർഗത്തെ ചലിപ്പിച്ചവൻ, മഴയെ നിർത്തിയവൻ, വീണ്ടും മഴ പെയ്ച്ചവനായ ശക്തിയുടെയും ദൈവത്തിന്റെ പ്രവൃത്തിയുടെയും വിശ്വാസത്തിന്റെ ധൈര്യത്തിന്റെ പ്രതീകമായിരുന്നതായ ഏലിയാവ് ഇപ്പോഴിതാ വീട് കിടന്നിട്ട് അവൻ വിളിച്ചു പറയുന്നു, മതി യഹോവേ, എന്റെ ജീവനെ നീ എടുത്തുകൊള്ളണമേ. കൂട്ടായ്മ ഇല്ലെങ്കിൽ നിങ്ങൾ നിരാശരാകും. നീ പറയുന്നുണ്ടായിരിക്കും, ഞാൻ പ്രവചിക്കുന്നു, ഞാൻ പ്രസംഗിക്കുന്നു, ഞാൻ ഭൂതത്തെ പുറത്താക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, ഇന്നലകളിൽ ഞാൻ വലുത് ചെയ്തു. എന്നാൽ ഇന്നലത്തെ പൊടി പിടിച്ച ഫയലല്ല ഞാൻ പറയുന്നത്. നിന്റെ ഇന്നത്തെ സ്ഥിരതയും നാളത്തെ നിന്റെ ജയത്തിലേക്കും വിരൽ ചൂണ്ടി ഞാൻ പറയുന്നു. ഇന്നലത്തെക്കാൾ നാളെ നിന്നിലൂടെ വെളിപ്പെടണമെങ്കിൽ, ഇന്നലെ കണ്ടിട്ടുള്ളതിനേക്കാൾ വലുത് നാളെ നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപയാൽ വെളിപ്പെട്ട് വരണമെങ്കിൽ ഇന്ന് നിനക്കൊരു കൂട്ടായ്മ ആവശ്യമാണ്. ഇന്നലെ ദൈവം തന്നെ പ്രയോജനപ്പെടുത്തി, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് നിനക്കൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ നാളെ അടുത്ത പടിയിലേക്ക് നിനക്ക് ചവിട്ടിക്കയറുവാൻ കഴിയത്തുള്ളൂ. ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കാം, ബ്രദർ, ഞാൻ വലിയ വിളിയുള്ളവൻ, ഞാൻ വലിയ തിരഞ്ഞെടുപ്പുള്ളവൻ, എനിക്ക് ഭയങ്കരമായി വചനമറിയാം, ഏതാണ് പെർഫെക്റ്റ് കൂട്ടായ്മ? പെർഫെക്റ്റ് കൂട്ടായ്മ? എനിക്ക് പോകാൻ പറ്റിയ പെർഫെക്റ്റ് കൂട്ടായ്മ ഏതാണ്? ഈ പ്രഭാതത്തിൽ 14 ജില്ലകളിൽ കേരളത്തിൽ ഈ പ്രോഗ്രാം ആയിരങ്ങൾ കാണുന്നു എന്ന് എനിക്കറിയാം. ഞാൻ പറയട്ടെ, പെർഫെക്റ്റ് കൂട്ടായ്മ എനിക്ക് ഒന്നും കേരളത്തിൽ അറിയത്തില്ല. ഇനി പെർഫെക്റ്റ് കൂട്ടായ്മ അറിയാമെങ്കിൽ തന്നെ ഞാൻ നിങ്ങളോട് പറയും, ആ പെർഫെക്റ്റ് കൂട്ടായ്മയിൽ നീ പോയി ചേർന്ന് അതിനെ ഇംപെർഫെക്റ്റ് ആക്കരുതേ. നിങ്ങളുടെ നെറ്റ് ചുളിയുന്നുണ്ടായിരിക്കും. പെർഫെക്റ്റ് കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയില്ല. യേശു കർത്താവിന് പോലും ഉണ്ടായിരുന്ന കൂട്ടായ്മ കുഴപ്പം കുടിച്ച കൂട്ടായ്മയായിരുന്നു. കാരണം യേശുവിന്റെ കൂട്ടായ്മയിൽ ഒരു യൂദയുണ്ടായിരുന്നു, എപ്പോ അവൻ കാണിച്ചു കൊടുക്കുമെന്ന് അറിയത്തില്ല. ഒരു പത്രോസ് ഉണ്ടായിരുന്നു, തള്ളിപ്പറയുന്നവനായിരുന്നു. ഒരു തോമസ് ഉണ്ടായിരുന്നു, അവിശ്വാസിയായിരുന്നു. എന്നതുപോലെ കുഴപ്പം പിടിച്ച ആൾക്കാരുമായി യേശു കർത്താവ് നടന്നു. ഇനി ആരെങ്കിലും പെർഫെക്റ്റ് എന്ന് പറയുന്നുവെങ്കിൽ നോ, യു ആർ നോട്ട് പെർഫെക്റ്റ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പെർഫെക്റ്റ് ആയി ഒരുവനേ ഉള്ളൂ, യേശു കർത്താവ് മാത്രം.
യേശുവിന്റെ ശുശ്രൂഷയിൽ. അതുകൊണ്ട് ഇന്നാളുകൾ നാം ആയിരിക്കുമ്പോൾ അതെ, ആർക്കും പറയാൻ കഴിയത്തില്ല ഞാൻ പെർഫെക്റ്റ്, എൻ്റെ ശുശ്രൂഷ പെർഫെക്റ്റ്, എൻ്റെ കൂട്ടായ്മ പെർഫെക്റ്റ്. നമ്മൾ പെർഫെക്റ്റ് ആകാൻ ഓടിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ പൂർണ്ണരാകാൻ ഓടിക്കൊണ്ടിരിക്കുന്നു. പൂർണ്ണത നമ്മുടെ ലക്ഷ്യമാണ്. പൂർണ്ണത ഇല്ലാതെ ഒരിക്കലും ക്രിസ്തീയ ജീവിതത്തിന് ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുവാൻ കഴിയത്തില്ല. ക്രിസ്തുവിനെ പോലെ നാം സമ്പൂർണ്ണരാകണം. അപ്പോസ്തലൻ പറയുന്നു, സ്തോത്രം, പിൻപിലുള്ളത് മറന്ന് മുൻപിലുള്ളത് ആഞ്ഞുകൊണ്ട് ക്രിസ്തു യേശുവിന്റെ പരമ വിളിയിലേക്ക് ലക്ഷ്യത്തിലേക്ക് ഞാനത് ലാക്കിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അതേ സമയത്ത് മനസ്സിലാക്കുക, ഒരു കൂട്ടായ്മ പോലും, ഒരു പാസ്റ്റർ പോലും, ഒരു ചേർച്ച് പോലും പെർഫെക്റ്റ് എന്ന് വിളിക്കുവാൻ കഴിയത്തില്ല. PG വർഗീസ് എന്ന മഹാനായ ദൈവത്തിന്റെ ദാസൻ പറയുന്നു, ഏതേലും ഒരു കൂട്ടായ്മയിൽ നിങ്ങൾ ചെന്ന് കയറി അതിനെ ഇംപെർഫെക്റ്റ് ആക്കരുതേ. അതുകൊണ്ട് എന്താണോ ദൈവം ഇന്ന് നിനക്ക് നൽകിയിരിക്കുന്നത് ആ കൂട്ടായ്മയിൽ ദൈവത്തിന്റെ മഹത്വത്തിനായി വിശ്വസ്തൻ ആയിരിക്കുക. കൂട്ടായ്മയില്ലാതെ വളരുവാൻ കഴിയുകയില്ല. ശലോമോൻ യഹോവയ്ക്ക് വേണ്ടി ഒരു ആലയം പണിത് വേദപുസ്തകം പറയുന്നു, 1 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 21-ാം വാക്യത്തിൽ അതിന് 2 പ്രധാന തൂണുകൾ ഉണ്ടായിരുന്നു. ഒരു തൂണിന്റെ പേര് യാഖീൻ, മറ്റേ തൂണിന്റെ പേര് ബോവസ്. യാഖീൻ എന്ന വാക്കിന്റെ അർത്ഥം എസ്റ്റാബ്ലിഷ്, സ്ഥാപിച്ചിരിക്കുന്നു. മറ്റേ തൂണിന്റെ അർത്ഥം ബോവസ് എന്ന വാക്കിന്റെ അർത്ഥം അതേ, ബലം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലെ, 2 തൂണുകൾ ആ ആലയത്തിനുണ്ടായിരുന്നതുപോലെ ക്രിസ്തീയ ജീവിതത്തിന് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അഥവാ ക്രിസ്തീയ കൂട്ടായ്മയ്ക്ക് 2 കാര്യങ്ങൾ ആവശ്യം. നിന്റെ സഭയ്ക്ക്, നിന്റെ കൂട്ടായ്മയ്ക്ക് 2 കാര്യം ആവശ്യം. ഒന്ന് എസ്റ്റാബ്ലിഷ്, സ്ഥാപിച്ചു, യാഖീൻ എന്നർത്ഥം വരുന്ന ദൈവവചനം. മറ്റൊന്ന് ബലം എന്നർത്ഥം വരുന്ന പരിശുദ്ധാത്മാവിന്റെ ബലം. ദൈവത്തിന്റെ വചനവും പരിശുദ്ധാത്മാവും. വീണ്ടും ദൈവത്തിന്റെ വചനവും പരിശുദ്ധാത്മാവും. നിങ്ങളുടെ കൂട്ടായ്മയിൽ അതുണ്ടോ എന്ന് നോക്ക്, നിങ്ങളുടെ പള്ളികളിൽ അതുണ്ടോ എന്ന് നോക്ക്. ദൈവത്തിന്റെ വചനം ഉള്ളതുപോലെ പഠിപ്പിക്കുന്നു, ഉള്ളതുപോലെ പ്രസംഗിക്കുന്നു. മറ്റൊന്ന് പരിശുദ്ധാത്മാവ് ഉള്ളതുപോലെ, അവൻ ആഗ്രഹിക്കുന്നത് പോലെ ചലിക്കുവാൻ അനുവദിക്കുന്നു. നമ്മുടെ സഭകളെ ഭരിക്കേണ്ടത് കമ്മിറ്റി അല്ല, നമ്മുടെ സഭകളെ നിയന്ത്രിക്കേണ്ടത് ഡീക്കന്മാർ അല്ല, നമ്മുടെ സഭകളെ ഭരിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ദശാംശം കൊടുക്കുന്ന മുതലാളിമാർ അല്ല. കാരണം നിന്റെ വകയല്ല ദൈവത്തിന്റെ സഭ, ക്രിസ്തു യേശുവിന്റെ വകയത്രേ ദൈവത്തിന്റെ സഭ. വെള്ളത്തിന് മീതെ പരിവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ കൃപയാൽ നമ്മുടെ സഭകളിൽ ഭരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നിശ്ചയമായി സ്വർഗം നമ്മുടെ സഭകളിൽ ഭൂമിയിൽ അനുഭവിക്കുന്ന ദിവസങ്ങൾ ആയി തീരുക തന്നെ ചെയ്യും. ഒരു വശത്ത് യാഖീൻ, മറുവശത്ത് ബോവസ്, ഒരു വശത്ത് വചനം, മറുവശത്ത് പരിശുദ്ധാത്മാവ്. നിങ്ങൾ ചോദിക്കാം, ബ്രദർ, അങ്ങനെ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ചലിക്കുന്ന സഭകളുണ്ടോ? ഉണ്ടല്ലോ. അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതേ സമയത്ത് തന്നെ വേദപുസ്തകം പറയുന്നു, കൂട്ടായ്മയില്ലാതെ ആർക്കും വളരുവാൻ കഴിയത്തില്ല, ആർക്കും നിലനിൽപ്പാനും കഴിയത്തില്ല. ഈ തൂണില്ലാതെ ശലോമോൻ പണിതതായ ആ ആലയത്തിന് നിൽക്കുവാൻ കഴിയാതിരുന്നത് പോലെ ഈ വചനമില്ലാതെ, പരിശുദ്ധാത്മാവില്ലാതെ ഒരിക്കലും കൂട്ടായ്മയിൽ നിലനിന്ന് വളരുവാൻ കഴിയത്തില്ല. എന്താ കൂട്ടായ്മയുടെ പ്രാധാന്യം? കൂട്ടായ്മയില്ലെങ്കിൽ ഏലിയാ പ്രാർത്ഥിച്ചതുപോലെ നമ്മളും പ്രാർത്ഥിക്കേണ്ടി വരും. ഇപ്പോൾ മതി യഹോവേ, എന്റെ ജീവനെ എടുത്തുകൊള്ളണമേ. അതെ, എല്ലാവർക്കും അവരുടേതായ കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു.